വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ്. ഒരു സാധാരണ ചിട്ടിക്കമ്പനി ജീവനക്കാരനെന്ന മാധവൻ എന്ന മനുഷ്യന്റെ മകളായി പിറന്ന് ഇന്ന് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം തമിഴിലും അടിച്ചുകയറി വരികയാണ് മഞ്ജു വാര്യർ. തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ മഞ്ജു പരമാവധി സജീവമാകാറുണ്ട്. ഇഷ്ടമുള്ള ഒരു കാര്യം കണ്ടാൽ ലൈക്ക് അടിക്കാതെ പോകില്ല മഞ്ജു. അത് ചിലപ്പോൾ പ്രിയപ്പെട്ടവരുടെ പോസ്റ്റ് ആകാം, രസമുള്ള ഒരു തമാശയാകാം. ഇപ്പോൾ മഞ്ജു ലൈക്ക് അടിച്ച ചിത്രങ്ങൾ ഒന്നുള്ളത് പുഴക്കരയിൽ ദർശനം നൽകുന്ന സ്വാമിയാണ്. സ്വാമിയെ കണ്ടാൽ മഞ്ജു വാര്യരുടെ അതേ ഛായ. ധ്യാന നിമഗ്നനായി ഇരിക്കുകയാണ് അദ്ദേഹം. പുഴക്കരയിലെ ദർശനത്തിന് പ്രത്യേക സമയവും നിശ്ചയിച്ചിട്ടുണ്ട്. രാവിലെ 10:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് സമയം. ഇതിനിടെ ഉച്ചയൂണിന് 12:30 മുതൽ 3 മണി വരെ ലഞ്ച് ബ്രേക്ക് കൂടിയുണ്ട്. ബ്രേക്ക് ആണല്ലോ കൂടുതലെന്ന് ആരാധകർ കമന്റ് ചെയ്തിരിക്കുന്നു. കക്ഷി മഞ്ജു വാര്യരുടെ സ്വന്തം ജ്യേഷ്ഠൻ മധു വാര്യരാണ്. ജീൻസും ടീഷർട്ടും ധരിച്ച് പുഴക്കരയിൽ ഇരുന്ന് ധ്യാനിക്കുന്ന തന്റെ ചിത്രവുമായാണ് മധു വാര്യരുടെ വരവ്. ദർശനത്തിനായി ക്യൂ പാലിക്കുക. ദർശന സമയം 10:30 AM to 5 PM എന്നാണ് ക്യാപ്ഷൻ. സ്വാമി മധുവാനന്ദ തിരുവടികൾ, നിങ്ങൾ അവിടെ ഇരിക്ക്, ഞാൻ ദർശനത്തിൽ നിന്നുള്ള ആളുകളെ സെറ്റാക്കിയിട്ട് വരാം എന്നെല്ലാം രസകരമായ കമന്റുകളും നിറയുന്നുണ്ട്. മഞ്ജുവിന് പിന്നാലെ സഹോദരനും മലയാള സിനിമയിൽ പ്രവേശിച്ചിരുന്നു. നടനായും സംവിധായകനുമായ മധു വാര്യർ സിനിമയിൽ പല റോളുകളിലാണ് നിറഞ്ഞത്. സ്കൂൾ കലോത്സവ വേദിയിൽ നിന്നും കലാതിലക പട്ടം സ്വന്തമാക്കിയ മഞ്ജു വാര്യർ സല്ലാപം സിനിമയിൽ ആദ്യമായി നായികാവേഷം ചെയ്തു. മഞ്ജു സിനിമയിൽ നിന്നും ആദ്യ പകുതി അവസാനിപ്പിച്ച് പിന്മാറിയ ശേഷമാണ് ചേട്ടൻ മധു അഭിനയ രംഗത്ത് കടക്കുന്നത്. കൂട്ടത്തിൽ മായാമോഹിനി എന്ന സിനിമയിൽ മധു വാര്യർ നിർമ്മാതാവ് കൂടിയാണ്. ഇതിൽ ഒരു IPS ഓഫീസറുടെ വേഷം ചെയ്തു. അതിനുശേഷം ഒരു പതിറ്റാണ്ടോളം മധു വാര്യർ സിനിമയിൽ നിന്നും വിട്ടുനിന്നു. 2022 മഞ്ജു വാര്യർ നായികയായ ലളിതം സുന്ദരം എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടായിരുന്നു മടക്കം. സഹോദരങ്ങളായ മഞ്ജുവും മധുവും ആദ്യമായി ഒന്നിച്ച ചിത്രം എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ സിനിമയ്ക്ക്. അതിനുശേഷം മധു വാര്യർ പുതിയ ചിത്രങ്ങൾ ഏതും പ്രഖ്യാപിച്ചിട്ടില്ല. അതേസമയം മഞ്ജു ഇന്ന് തിരക്കുള്ള ഒരു താരമാണ്. സ്വന്തം കഴിവിൽ അപാരമായ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അവർക്ക്. ദിലീപുമായി ബന്ധം ഏർപ്പെടുത്തിയ ശേഷം സിനിമയിലെ 2ാം വരവോട് കൂടിയാണ് അവർ ഇന്ന് കാണുന്നതെല്ലാം സമ്പാദിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ യഥാർത്ഥ സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രതീകമായി മഞ്ജു വാര്യർ വിലയിരുത്തപ്പെടുന്നത്. പുരുഷ വിദ്വേഷത്തിന്റെ ടോക്സിക് ഫെമിനിസം അല്ല, ആരോടും വെറുപ്പില്ലാത്ത ഹ്യൂമനിസത്തിന്റെ മാതൃകയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ ഗിരിജ വാര്യരുടെയും മാധവ വാര്യരുടെയും മകളായാണ് മഞ്ജുവിന്റെ ജനനം. അച്ഛന്റെ വിയർപ്പ് തുള്ളികൾ കോർത്തുണ്ടാക്കിയതായിരുന്നു എന്റെ ചിലങ്കയെന്ന് മഞ്ജു വാര്യർ ഒരിക്കൽ എഴുതിയിരുന്നു. പക്ഷേ കത്തി നിൽക്കുന്ന സൂര്യൻ അസ്തമിച്ചതുപോലെയായിപ്പോയി വിവാഹത്തോടെയുള്ള മഞ്ജുവിന്റെ വിരമിക്കൽ. 98-ൽ നടൻ ദിലീപുമായുള്ള പ്രണയ വിവാഹത്തെ തുടർന്ന് അവർ പൂർണ്ണമായും സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. അവസാനം അഭിനയിച്ച 6ാം തമ്പുരാന്റെ സെറ്റിൽ വെച്ച് തന്നെ അവർ ഒളിച്ചോടി. സിനിമ മുടങ്ങുമോ എന്നുവരെ നിർമ്മാതാക്കൾക്ക് ഭയമുണ്ടായിരുന്നു. അന്ന് മലയാള സിനിമയിൽ ഒന്നുമല്ലായിരുന്നു ദിലീപ്, ഒരു സാധാരണ നടൻ മാത്രം. വിവാഹത്തിന് ശേഷം ദിലീപിന്റെ ചില വാക്കുകളും വ്യാപകമായി വിമർശിക്കപ്പെട്ടു. പക്ഷേ പിന്നീട് മഞ്ജു വാര്യർ എന്ന നടിയെ മാത്രമല്ല, വ്യക്തിയെയും പിന്നെ പൊതു ഇടങ്ങളിൽ എവിടെയും കണ്ടില്ല. ഒരു അഭിമുഖം പോലും ആർക്കും കിട്ടിയില്ല. നൃത്തം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ വീട്ടുമേൽ ഒതുങ്ങിപ്പോയ ജീവിതമായിരുന്നു അമ്മയുടേതെന്ന് മഞ്ജു പലപ്പോഴായി പറഞ്ഞിരുന്നു. തനിക്കും ആ ഗതി ഉണ്ടാകണമെന്ന് മഞ്ജു ആഗ്രഹിച്ചു. ഗുരുവായൂരിലെ ഒരു ഡാൻസ് പരിപാടിയുടെ കാര്യത്തോടെയാണ് മഞ്ജു വാര്യറും ദിലീപും തമ്മിൽ പിണക്കം ഉടലെടുത്തതെന്ന് സഹോദരൻ അനൂപിന്റെ ശബ്ദരേഖയും പുറത്തു വന്നിരുന്നു. നല്ല ഓഫർ വന്നാൽ താൻ ഡാൻസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മഞ്ജു പറഞ്ഞതിന് ദിലീപ് എതിർത്തതോടെയാണ് അവർ തമ്മിൽ അകൽച്ച രൂക്ഷമായത്. ഒടുവിൽ 14 വർഷങ്ങൾക്ക് ശേഷം 2012 ഒക്ടോബർ 24-നാണ് മഞ്ജു വാര്യർ വീണ്ടും അരങ്ങിലെത്തിയത്. 2014-ൽ വിവാഹമോചനത്തിന് ശേഷം കല്യാൺ ജ്വല്ലറിയുടെ പരസ്യത്തിൽ ഇതിഹാസ നടൻ അമിതാഭ് ബച്ചന്റെ കൂടെ അഭിനയിച്ചുകൊണ്ടാണ് ക്യാമറയ്ക്ക് മുന്നിലേക്ക് തിരിച്ചെത്തിയത്. അതേ വർഷം ഹൗ ഓൾഡ് ആർ യു എന്ന റോഷൻ ആൻഡ്രൂസിന്റെ ചിത്രത്തിലൂടെ അവർ വെള്ളിത്തിരയിൽ തിരിച്ചെത്തി. ചിത്രം വലിയ വിജയമായി. ആ സമയത്തൊക്കെ മഞ്ജു വാര്യരുടെ തിരിച്ചുവരവനായി മാധ്യമങ്ങൾ മുറവിളി കൂട്ടുകയായിരുന്നു. ഒരു നടിക്ക് വേണ്ടി ഒരുപക്ഷെ മലയാള ഇൻഡസ്ട്രി കാത്തിരിക്കുന്നതും ഇതാദ്യമായിരുന്നു. പരസ്യ വിപണിയിൽ മോഹൻലാലിനെ പോലെ ഏറ്റവും വിലപിടിച്ച താരമായി പിന്നീട് മഞ്ജു മാറി.